ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിംഗ് പ്ലാൻ ചെയ്തേക്കുവാണ്. ശരിക്കും ലാസ്റ്റ് വീക്ക് മുതൽ ഇങ്ങനെ എപ്പോഴും ഓരോ റെക്കമെൻഡേഷൻ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. വണ്ടർലായിൽ ഇതുപോലെ വാലന്റൈൻസ് ഡേ എന്തോ 10 to 14 ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. എന്തൊക്കെയോ സ്കൈ വീൽ ഡിന്നർ, പൂൾ സൈഡ് ഡിന്നർ, അങ്ങനെ ഓരോ ഓപ്ഷൻസ്. അതുപോലെ ഇവിടെ അടുത്തുള്ള ഹോട്ടൽസിലെല്ലാം ഇങ്ങനത്തെ കുറേ ബുഫേ അല്ലെങ്കിൽ ഇതുപോലെ ഓരോ പാർട്ടി, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, അങ്ങനെ ഓരോ റെക്കമെൻഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഈ മന്ത് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ നവ്യ ബേക്കറിയിൽ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ആദ്യമേ നവ്യ ബേക്കറിയുടെ സ്റ്റാറ്റസ് എപ്പോഴും വരുമായിരുന്നു. അവർ 200-ന് ഇങ്ങനെ ലവ് ഷേപ്പിലുള്ള കേക്ക്, അല്ലെങ്കിൽ 300-ന് അങ്ങനെ ലവ് ഷേപ്പിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു എന്നാൽ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഓർത്തു ഈ മന്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ എൻ്റെ പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഓൾറെഡി 2 കേക്ക് കഴിച്ചു. അപ്പോൾ ഇനി ഒരു കേക്കും കൂടെ വാങ്ങിക്കേണ്ടെന്ന് ഓർത്തു. അപ്പോൾ കേക്കിൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് കേക്ക് വാങ്ങിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. എന്നാൽ പിന്നെ വണ്ടർല പോകാം. അപ്പം വീടിനടുത്താണ് വണ്ടർല പോയാലോ എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പോർട്ടിക്കോയിൽ ഇങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടെന്ന് പോസ്റ്റ് കണ്ടത്. അപ്പം നമ്മൾ ഇതുവരെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയിട്ടില്ല. എന്നാൽ പിന്നെ അതിന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അവർ അന്ന് എന്തൊക്കെ ഫുഡാണുള്ളത്, ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൽ എന്തൊക്കെയാണ് വരുന്നതെന്നെല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക്, സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡെസേർട്ട്, മൊജീറ്റോ. അപ്പോൾ ഇതിനകത്തുള്ള ഓരോന്നിലും ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 മുതൽ 11 മണി വരെ ആയിരുന്നു അവരുടെ ടൈമിങ്. അപ്പം ഞങ്ങളൊരു 8:15 ആയപ്പോഴത്തേക്കും അവിടെ എത്തി. കുറേ ടേബിൾസ് എല്ലാം അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് റിസർവ് ചെയ്തിരുന്ന ടേബിളിൽ നമ്മളിരുന്നു. അപ്പോഴത്തേക്ക് അവർ ക്യാൻഡിലെല്ലാം കൊണ്ടുവന്നു. അത് നല്ല രസമായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നല്ല കൊതു ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ കുന്തിരിക്കവും അതെല്ലാം പുകച്ച്, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ട് ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുവന്നില്ല. സാധാരണ ഞങ്ങൾ അവനെ കൊണ്ടുപോകാതെ അങ്ങനെ എങ്ങും കറങ്ങാനൊന്നും പോവാറില്ല. ഇത് പിന്നെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ലേ, അപ്പോൾ പിന്നെ അവനെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരുന്നതാണ്. നല്ല പാർക്കിംഗ് സൗകര്യവും പിന്നെ അതുപോലെ റിച്ചുവിനാണെങ്കിൽ ഓടിക്കളിക്കാൻ കുറച്ച് സ്ഥലമെല്ലാം ഉണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരുന്നതാണ്. അവിടെ ഗ്രീനറി ആയിട്ട് കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ടേബിളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വട്ടം ഇല്ലാഞ്ഞുകൊണ്ട് നമുക്ക് അധികം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. എന്നാലും നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു. അതൊക്കെയല്ലേ നമ്മൾ മെമ്മറീസ്, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നോക്കാമല്ലോ ഫോട്ടോസും വീഡിയോസും. അതുപോലെ ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് 1 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക സന്തോഷമുള്ള ഫീലിംഗ് ആണല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും അവർ ആദ്യമേ ചിക്കൻ ലോലിപോപ്പ് കൊണ്ടു തന്നു. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അപ്പോൾ ആദ്യമേ ചിക്കൻ ലോലിപോപ്പ് കൊണ്ടു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യമേ ഗ്രേപ്പ് ജ്യൂസ് കൊണ്ടു തന്നു. പിന്നെ ചിക്കൻ ലോലിപോപ്പ് കൊണ്ടു തന്നു. പിന്നെ നമുക്ക് നിധി പൊറോട്ടയിൽ 4 പൊറോട്ടയും പിന്നെ അതിനകത്ത് ബീഫും ചിക്കനും പിന്നെ എഗ്ഗുമാണ് വരുന്നത്. പിന്നെ ഡെസേർട്ടിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആയിരുന്നു. പിന്നെ ഗ്രീൻ ആപ്പിൾ മൊജീറ്റോയുമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കഴിച്ചിരുന്നതിനനുസരിച്ച് അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. കുറേ നേരമായിട്ട് ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.